ഹായ് മലയാളീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നാളായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ഫൈനലി. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന്, അതുകൊണ്ട് തന്നെ വീഡിയോ വീട്ടിലകത്തുനിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പുറത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ്. നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫിനിഷ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിൻലാൻഡിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സിറ്റിയിലാണെങ്കിൽ പോലും ഇതുപോലെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഫോറസ്റ്റിലേക്ക് പോകാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അത്രയധികം ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും ഇതുപോലെ മരങ്ങളുണ്ടാവും. നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. അപ്പോൾ ഫോറസ്റ്റ് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫോറസ്റ്റ് ഏകദേശം 60% ഫോറസ്റ്റ് പ്രൈവറ്റ് ആളുകൾ ഓൺ ചെയ്യുന്നതാണ്. അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഫോറസ്റ്റ് വാങ്ങിക്കാം. ഇവിടുത്തെ സിറ്റിസൺ, ഇവിടുത്തെ ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്നവർക്കും സാധ്യതകളുണ്ട്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത്. പല നിയമങ്ങളും ഇവരിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നിയമങ്ങളൊക്കെ വളരെയധികം സ്ട്രോങ് ആക്കുന്നു എന്നുള്ളത്. പണ്ടുണ്ടായിരുന്ന പോലെ പലതും എളുപ്പത്തിൽ നടക്കുന്നതല്ല. ഒത്തിരി ആളുകൾ ഇപ്പോൾ ഫിൻലൻഡിലേക്ക് വരുന്നുണ്ട്. ഫിൻലൻഡിനെ കുറിച്ച് അധികം ആളുകൾ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പല കാര്യങ്ങളിലും ഇവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആളുകൾ ഇപ്പോൾ സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കാട്ടിൽ പോയിട്ട് മരം മുറിക്കുന്നതിനുമൊക്കെ ആരുടെയും അനുവാദം ആവശ്യമില്ല. ഇനിയിപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടിയും നമുക്ക് ഫോറസ്റ്റിൽ ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ബെറി പിക്കിങ്, നമ്മൾ മഷ്റൂമൊക്കെ പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലൂബെറി കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യാനോ ആർക്ക് വേണമെങ്കിലും അതുപോലെ ഇടങ്ങളിൽ പോകാം. പിന്നെ നമ്മൾ ഒന്നും അനാവശ്യമായിട്ട് അബ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എടുക്കുന്നതിൽ ആരും വിലക്കുന്നില്ല. ആ ഒരു നിയമം അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഒത്തിരി പീസ്ഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ളൊരു രീതിയാണ്. ഇവരുടെ പ്രൈവസി ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് വെച്ചിട്ട് നെഗറ്റീവ് സൈഡ് ഇല്ല എന്നുള്ളതല്ല. നമ്മളെപ്പോഴും ഏതൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും പോസിറ്റീവ്സാണ് കൂടുതൽ പറയുക. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അത് നമുക്കിനി വരുന്ന വീഡിയോസിൽ കേൾക്കാം. എല്ലാ സൈഡും നമുക്ക് അറിയണമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം എന്നുള്ളത് മെസ്സേജിൽ കാണിക്കുക. നമുക്ക് പുതിയ വീഡിയോസിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.